1977 തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ പ്രവചനാതീതമായ രാഷ്ട്രീയ മനസ്സിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് 1977 തെരഞ്ഞെടുപ്പ് ഫലം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ രാജ്യം മുഴുവൻ വിധി എഴുതിയപ്പോൾ ഇങ്ങ് കേരളത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ നെറ്റിപ്പട്ടം കെട്ടിയ കേരളത്തിൽ കോൺഗ്രസിന് പരവതാനി വിരിച്ചു എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സവിശേഷത. കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് എപ്പോഴെല്ലാം ഏതെല്ലാം ഘട്ടത്തിൽ പ്രവചിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ സമയത്തെല്ലാം 1977 ഈ തെരഞ്ഞെടുപ്പ് ഫലം പൊന്തി വരാറുണ്ട് എന്നുള്ളതാണ്. 1977 തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ആദ്യമായി സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെടുന്നു. കോൺഗ്രസിന്റെ സകലമാന നേതാക്കളും പരാജയപ്പെടുന്നു. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് 20 MP-മാർ കോൺഗ്രസ് മുന്നണിയിൽപ്പെട്ട ആളുകളായിരുന്നു എന്നുള്ളതാണ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140-ൽ 111 സീറ്റുകൾ നേടി കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. കെ കരുണാകരൻ ആദ്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. എന്നാൽ ഒരു മാസം മാത്രമേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. AK ആന്റണി 1977 ഏപ്രിൽ 25 AK ആന്റണി മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പതിറ്റാണ്ടോളം സർവാധിപത്യം പുലർത്തിയ 2 അധികായകന്മാർക്ക് അധികാരത്തിലെത്താൻ സഹായിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 1977 തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. എന്തായിരുന്നു കെ കരുണാകരന്റെ രാജിയിലേക്ക് നയിച്ചത്? കേരള ചരിത്രത്തിലെ ഒരു പോരാട്ടത്തിന്റെ കഥ. ഒരു സാധാരണ മനുഷ്യൻ, ഒരു ഹിന്ദി അധ്യാപകൻ തൻ്റെ മകൻ്റെ തിരോധാനത്തെ തുടർന്ന് നടത്തിയ നീതി നിഷേധത്തിനെതിരെ നടത്തിയ പോരാട്ടത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ കഥ. 1975 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ കോടതിയിൽ നിന്നൊരു വിധി വരുന്നു. ആ വിധിയെ മറികടക്കാൻ ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. തനിക്കെതിരെ, തൻ്റെ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന ആരെയും അത് ജയിലറയിൽ കൊണ്ടെത്തിച്ചു. അതിൻ്റെ പ്രതിധ്വനികൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ കേരളത്തിലും ഉണ്ടായി. REC കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജനെ നക്സൽ ബന്ധം ആരോപിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈശ്വര വാര്യരുടെ മകനാണ് രാജൻ. തൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഈശ്വര വാര്യർ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെയും നിയമ പോരാട്ടത്തിൻ്റെയും ഫലമായാണ് 1977 ഏപ്രിൽ 25 കെ കരുണാകരനെ രാജിവെക്കേണ്ടി വന്നത്. രാജൻ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു, നടനായിരുന്നു, നന്നായി പാട്ടുപാടുമായിരുന്നു, നന്നായി കവിത എഴുതുകയും ചൊല്ലുകയും ചെയ്തിരുന്നു. ഒരിക്കൽ REC കോളേജിലെത്തിയ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനെ പരിഹാസ രൂപത്തിൽ പാട്ടുപാടി എന്നതായിരുന്നു രാജനുമേൽ ആരോപിക്കപ്പെട്ട കുറ്റം. തുടർന്നുണ്ടായ ദിവസങ്ങളിലായിരുന്നു രാജന്റെ സംഭവ ബഹുലമായ അറസ്റ്റ്. ഫറൂഖ് കോളേജിൽ കലോത്സവം നടക്കുന്ന ദിവസം, കലോത്സവം കഴിഞ്ഞ് സുഹൃത്തുക്കളുമായി REC കോളേജിന്റെ മുന്നിൽ വണ്ടി ഇറങ്ങിയ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. രാജനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ് ഈശ്വര വാര്യർ ഓടിയെത്തുകയാണ്. ഈശ്വര വാര്യർക്ക് മനസ്സിലാകുന്നില്ല തൻ്റെ മകൻ രാജനെ അവർ ഏത് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയതെന്ന്. പിന്നീട് അറിയാൻ കഴിഞ്ഞു, KCBയുടെ നിരോധിത മേഖലയായിട്ടുള്ള കക്കയം ക്യാമ്പിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ സ്റ്റേഷനിലേക്കാണ് തൻ്റെ മകൻ രാജനെ കൊണ്ടുപോയതെന്ന്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നവരെ പീഡിപ്പിച്ച് കുറ്റം സമ്മതിക്കാൻ വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കിയതായിരുന്നു കക്കയം ക്യാമ്പ്. അവിടേക്കായിരുന്നു രാജനെ കൊണ്ടുപോയത്. അവിടെ എത്തിയ ഈശ്വര വാര്യർക്ക് രാജനെ കാണാൻ കഴിയുന്നില്ല, രാജനെ കാണാൻ സമ്മതിക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഗാർഡ് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ ഇവിടെ സുരക്ഷിതനായിരിക്കുന്നുണ്ട് എന്നുള്ളത്. അവിടെ ഒരുപാട് നേരം കാത്തു നിന്ന് ഈശ്വര വാര്യർ മടങ്ങുകയാണ്. എന്നാൽ ഒരുപാട് സമയം കാത്തു നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഈശ്വര വാര്യരുടെ കാതിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് കക്കയം ക്യാമ്പിന്റെ ഏകാന്തമായ തടവറയുടെ സുഷിരങ്ങളിൽ നിന്ന് അച്ഛ എന്നുള്ള വിളി അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഒരു നിമിഷം ഈശ്വര വാര്യർ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ മകൻ ഇവിടെ സുരക്ഷിതനായിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പോലീസ് ഗാർഡ് ഈശ്വര വാര്യരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഈശ്വര വാര്യർ നോക്കുന്നത് കണ്ട് അയാളുടെ നോട്ടം കുന്നിൻ്റെ മുകളിലേക്ക് മാറ്റിയെന്ന് ഈശ്വര വാര്യർ തൻ്റെ പുസ്തകമായ ഒരു അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നുണ്ട്. ഈശ്വര വാര്യർക്ക് അന്ന് പ്രതിപക്ഷ പാർട്ടിയിലും ഭരണകക്ഷിയിലും അറിയുന്ന ആളുകളുണ്ടായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോനെ പോലും ഈശ്വര വാര്യർക്ക് അറിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ഒരു കാലത്ത് അച്യുതമേനോൻ ഒരു ദിവസം അഭയം കൊടുത്തൊരു ചരിത്രം കൂടി ഈശ്വര വാര്യർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകൻ്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ, തൻ്റെ മകൻ എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ വേണ്ടി ഈശ്വര വാര്യർ അച്യുതമേനോനെ കാണാൻ പോകുന്നുണ്ട്. അച്യുതമേനോൻ പറയുന്നുണ്ട്, അന്വേഷിക്കാം, എല്ലാം ശരിയായി വരും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രാജനെക്കുറിച്ചൊരു വിവരവുമില്ല. ഈശ്വര വാര്യർ വീണ്ടും അച്യുതമേനോനെ കാണാൻ പോകുമ്പോൾ ആദ്യം കണ്ടതുപോലെയല്ല അച്യുതമേനോൻ പ്രതികരിക്കുന്നത്. അച്യുതമേനോൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ അന്വേഷിച്ച് കേരളത്തിൻ്റെ സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങുകയല്ല എൻ്റെ പണി എന്നുള്ളത്. ഈശ്വര വാര്യർ അപ്പോൾ തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്,
അധികാരം ഒരു കമ്മ്യൂണിസ്റ്റിൽ ഏൽപ്പിക്കുന്ന അപജയം ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു എന്നുള്ളത്. അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനോനായിരുന്നുവെങ്കിലും ഭരണം മുഴുവൻ നിർവഹിച്ചിരുന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരവാര്യരുടെ ശിഷ്യൻ വി സുരേന്ദ്രൻ പറയുന്നുണ്ട്, മാഷേ നമുക്ക് കെ കരുണാകരനെ കാണാൻ പോകാം. കരുണാകരനുമായി നല്ല അടുപ്പമുള്ളൊരു പ്രൊഫസറുണ്ട്, ഈശ്വരവാര്യർക്കും അറിയാം അയാളെ. ആ പ്രൊഫസറുമായി കരുണാകരനെ കാണാൻ പോകാമെന്ന് പറയും. തൻ്റെ മകന് വേണ്ടി എവിടെ പോകാനും ഏത് വാതിലിൽ ചെന്ന് മുട്ടാനും ഈശ്വരവാര്യർ തയ്യാറായിരുന്നു. വൈറ്റിലയിലെ വെണ്ണലയിൽ വന്ന് പ്രൊഫസറെയും കൂട്ടി കെ കരുണാകരനെ കാണാൻ പോവുകയാണ്. ആ പ്രൊഫസർക്ക് കരുണാകരൻ്റെ വീട്ടിൽ യഥേഷ്ടം അനുവാദം കൂടാതെ കയറി ചെല്ലാനുള്ള അത്രയും അടുപ്പം ഉണ്ടായിരുന്നു. ഈ പ്രൊഫസറെ കണ്ടതോടെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ വസതിയായ മൻമോഹൻ വസതിയുടെ അകത്തളങ്ങളിൽ നിന്ന് സുസ്മേധവതനായി വന്ന കെ കരുണാകരൻ ഈശ്വരവാര്യരെ കാണുന്നതോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രസന്നത നഷ്ടപ്പെടുന്നു, മ്ലാനനാവുന്നു എന്നുള്ളതാണ്. അപ്പോഴും ഈശ്വരവാര്യർ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അത് തനിക്ക് തോന്നിയതാവാമെന്നുള്ളതാണ്. കെ കരുണാകരൻ പറയുന്നുണ്ട്, രാജനല്ലേ, ഈ പേര് എവിടെയോ കേട്ടതുപോലെയുണ്ട്, ഇയാൾ ഏതോ ഒരു വലിയ ഏടാകൂടത്തിൽ ചെന്ന് ചാടിയതുപോലെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈശ്വരവാര്യർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല, അത്ര ഗുരുതരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളല്ല എൻ്റെ മകൻ രാജൻ എന്നുള്ളത്. ഈ പ്രൊഫസർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നോക്കാമെന്ന് കരുണാകരൻ പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ ആ കരുണാകരൻ്റെ വാക്കുകൾ വെറും വാക്കുകളായി മാറുകയായിരുന്നു. 20 മാസങ്ങൾക്ക് ശേഷം ഈശ്വരവാര്യർ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ആ സത്യം പുറത്തു വരുന്നു. കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ആ സത്യം പുറത്തു വരുന്നു. രാജൻ ഇനി തിരിച്ചു വരില്ല, രാജൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ സമയത്തും ഈശ്വരവാര്യർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. തൻ്റെ മകനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കാം, തൻ്റെ മകനെ തല്ലിച്ചതച്ചിരിക്കാം, തൻ്റെ മകനെ ജീവച്ഛവമാക്കിയിരിക്കാം, പക്ഷെ അവർ ഒരിക്കലും അവനെ കൊന്നുകളയില്ലായിരിക്കാം എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഈശ്വരവാര്യരുടെ ആ പുസ്തകം മുഴുവൻ എഴുതിയിരുന്നത്. രാജൻ വരുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. രാത്രി എപ്പോഴും ഒരിലച്ചോറ് കരുതി വെക്കാൻ ഞാൻ ഭാര്യയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ എപ്പോഴും വരാം. പട്ടിണി കിടന്ന് വിശന്ന വയറോടെ ചടച്ച ശരീരത്തോടെ അവൻ വരുമ്പോൾ അവന് വേണ്ടി ചോറ് കരുതി വെച്ചിരിക്കണം. അവന് വരാതിരിക്കാനാവില്ല. പട്ടികൾ അകാരണമായി കുരയ്ക്കുകയും ഓളിയിടുകയും ചെയ്ത രാത്രികളിൽ ഉമ്മറവാതിൽ തുറന്ന് അച്ഛാ എന്ന വിളി ഉയരുന്നുണ്ടോ എന്ന് ഇരുട്ടിലേക്ക് ചെവി കൂർപ്പിച്ച് പലതവണ ഞാൻ നിന്നു. പിന്നെ വാതിലടയ്ക്കാതെ കിടക്കയിലേക്ക് വീണു. കുഞ്ഞുമോനെ എന്ന കരച്ചിൽ എൻ്റെ നെഞ്ചിലെ ഗദ്ഗതത്തിൽ കുഴഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരടരുന്നതും എനിക്ക് തടയേണ്ടതുണ്ടായിരുന്നു. അവൻ്റെ അമ്മ രാധ ഇതൊന്നും അറിഞ്ഞുകൂടാ. ഈശ്വരവാര്യർ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹൃദയഭേദകമായൊരു ചോദ്യമുണ്ട്. എനിക്ക് ഈ ലോകത്തോടൊരു വെറുപ്പുമില്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നു, നിഷ്കളങ്കനായ എൻ്റെ മകനെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയതെന്നുള്ള ചോദ്യം. അത് ഓരോ മലയാളിയെയും, മനസാക്ഷിയുള്ള ഓരോ മലയാളിയെയും വേദനിപ്പിക്കുന്നൊരു ചോദ്യമാണ്.